പ്രതിപക്ഷ നേതാവിന് മനുഷ്യത്വത്തിന്റെ കണികയുണ്ടെങ്കിൽ വയനാട്ടിലെ ജനങ്ങളോട്, കേരളത്തിലെ മനുഷ്യരോട്, ലോകമെമ്പാടുമുള്ള മനുഷ്യരോട് മാപ്പ് പറയണം. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ദുരന്തം വിറ്റ് കാശ് സംഭരിച്ച് മോഷ്ടിക്കുന്നത്, മൃതശരീരം ചൂണ്ടിക്കാണിച്ച് കാശ് വാങ്ങി തിന്നുന്നത്. കള്ളന്മാർ പോലും അംഗീകരിക്കാത്ത നീചന്മാരായി കേരളത്തിലെ കോൺഗ്രസ് മാറി. ആ കോൺഗ്രസ് കേരളത്തെ രക്ഷിക്കുമെന്നാണോ പറയുന്നത്? അവർക്ക് അധികാരം വേണം പോലും, അവർക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം പോലും. ഇവർ ജയിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? മൃതശരീരം കാണിച്ച് കാശ് വാങ്ങി തിന്ന കള്ളന്മാർ കേരളത്തിൽ അധികാരത്തിൽ വന്നാൽ എന്തായിരിക്കും സ്ഥിതി? എല്ലാ കാലത്തും ഇങ്ങനൊക്കെ തന്നെയാണ്. ഞാൻ ഓർമ്മിക്കുന്നു, 10 കൊല്ലം മുമ്പ് മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി, അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ അവസാന കാലം ഒട്ടേറെ ആരോപണങ്ങൾ ഉയർന്നു വന്നു. അന്നാണ് വിവാദ സ്വാമി സന്തോഷ് മാധവൻ ഉൾപ്പെടെ ഭൂമി എഴുതി കൊടുക്കാനുള്ള തീരുമാനമൊക്കെ എടുത്തത്. ആളുകൾ ഇതൊക്കെ മറന്നിട്ടാണ്. ആ സമയത്ത് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പത്രക്കാരോട് ഈ കാര്യങ്ങളിൽ രോഷം കാണിച്ചു. ഉമ്മൻചാണ്ടിക്കെതിരെ ആഞ്ഞടിച്ചു ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. അപ്പൊ പത്രക്കാർ അദ്ദേഹത്തോട് ചോദിച്ചു, ഇതൊരു കൊള്ളയാണെന്നാണോ താങ്കൾ പറയുന്നത്? എന്തായിരുന്നു ശ്രീ വി ഡി സതീശന്റെ മറുപടി? അദ്ദേഹം പറഞ്ഞു, ഇത് വെറും കൊള്ളയല്ല, തീവെട്ടിക്കൊള്ള. അങ്ങനെയാ പറഞ്ഞത്. ഉമ്മൻചാണ്ടിയുടെ കാലത്തെ അഴിമതിയും അരാജകത്വവും ചൂണ്ടിക്കാണിച്ച് ഇത് തീവെട്ടിക്കൊള്ളയാണെന്ന് അന്ന് പറഞ്ഞയാളാണ് ഇന്നത്തെ പ്രതിപക്ഷ നേതാവ്. ആ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ വയനാട്ടിലെ മണ്ണടിഞ്ഞു പോയ പാവം മനുഷ്യരെ ചൂണ്ടിക്കാട്ടി കാശ് പിരിച്ച് അത് കട്ടുതിന്നിട്ട് ഇപ്പൊ ജാഥ നടത്തുകയാണ്. ഇപ്പൊ കേരളത്തെ രക്ഷിക്കുമെന്നാണ് പറയുന്നത്.